ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വിഷമിച്ച് നിൽക്കുന്ന സച്ചിയെ സമാധാനിപ്പിക്കുകയാണ് അർച്ചന. സച്ചിയുടെ വിഷമിക്കേണ്ട, ഒരു കുഞ്ഞിന് വേണ്ടി നമ്മൾ ഈ ലോകത്തെ ഏത് കോണിൽ വേണമെങ്കിലും പോകും എന്നൊക്കെ അർച്ചന പറയുന്നു. അർച്ചനയെ ചേർത്ത് പിടിക്കുകയാണ് സച്ചി. സച്ചിയേട്ടാ, നമുക്ക് ഇന്നൊരു സ്ഥലം വരെ പോയാലോ? ഇന്ന് നമുക്ക് ശിവരാമേട്ടൻ്റെ വീട് വരെ ഒന്ന് പോകണം. അവിടുത്തെ കുഞ്ഞിൻ്റെ നൂലുകെട്ടും ആ ദിവസം തന്നെയല്ലേ. ഞാൻ അവൾക്ക് കുറച്ച് സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, അത് കൊണ്ടുപോയി കൊടുക്കണം എന്നും അർച്ചന പറയുന്നു. പോകാലോ, എപ്പോഴാണെന്ന് വെച്ചാൽ താൻ പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാണെന്ന് സച്ചിയും. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും ശിവരാമൻ്റെ വീട്ടിലെത്തി. കുറേ സമ്മാനങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ദോടേക്ക് വന്നിട്ട് പറയുന്നു, ഇത് ആരൊക്കെയാ ഇത്? ഞാൻ കുറേ ദിവസമായി കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കും. കുഞ്ഞിനിപ്പോൾ അർച്ചന കയ്യിൽ വാങ്ങിച്ചു. നൂലുകെട്ടിൻ്റെ ചടങ്ങുകൾ ഇവിടെ വെച്ചാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ വെച്ച് തന്നെയാണ്. അരിഞ്ഞാണം വാങ്ങിക്കാൻ ഏട്ടൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന്. അതുകൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു കറുത്ത ചരട് മാത്രം കെട്ടാമെന്നാണ് ഏട്ടൻ പറയുന്നത്. ഇത് കേട്ട് അർച്ചന പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന്. അത് കേട്ടപാടെ അർച്ചന തൻ്റെ കയ്യിൽ കിടക്കുന്ന ആ വള ഉരി കൊടുക്കുന്നു. ദേ, ഇത് വെക്ക്, എന്നിട്ട് വിറ്റോ ഉരിക്കോ നല്ലൊരു കുഞ്ഞരിഞ്ഞാണം തന്നെ കുഞ്ഞിന് വാങ്ങിച്ചു കൊടുക്ക്, മടിക്കണ്ട, ഇത് പിടിക്കുക എന്ന് പറഞ്ഞ് അർച്ചന അത് ഇന്ദുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എല്ലാ ബന്ധുക്കളെയും വിളിച്ച് നല്ല രീതിയിൽ തന്നെ ചടങ്ങ് നടത്തണമെന്ന് പറയുന്നു. സച്ചി പറയുന്നു, പണത്തിൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, അത് ഞാൻ ഏറ്റു. ഇതിനൊക്കെ നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഭർത്താവിന് പോലും തോന്നാത്ത മനസ്സാക്ഷിയാണ് നിങ്ങൾ എനിക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, എപ്പോഴും ശിവേട്ടന് ദേഷ്യമാണ് ഈ കുഞ്ഞിനോട് പോലും. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് പോലും ആകെ ഒരു മാറ്റം. എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ശിവരാമൻ അവിടേക്ക് വന്നത്. ശിവരാമനെ അർച്ചന കാണുന്നു. ശിവേട്ടൻ അവിടെ നിന്നത് എന്താണെന്ന് ചോദിക്കുന്നു. എന്തോനി ഇതകത്ത് വെക്ക് എന്ന് പറഞ്ഞ് എന്തോ ഒരു സാധനം എന്തുവിൻ്റെ കയ്യിൽ കൊടുത്തു. നിങ്ങൾ സംസാരിച്ച് നിൽക്കുക, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ശിവരാമൻ അപ്പുറത്തേക്ക് പോയി. അതൊക്കെ ശരിയാകും, ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയേ, രാജകലയല്ലേ എന്നൊക്കെ അർച്ചന. വാ, അകത്തേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് എന്തോ. ഈ സമയം അവൻ്റെ മാറി നിന്ന് ഫോൺ ചെയ്യുകയാണ് ശിവരാമൻ. ഞാൻ വിളിച്ചത് ഒരു അത്യാവശ്യ കാര്യം പറയാനാണ്. സച്ചി സാറും അർച്ചന മേഡവും ഇവിടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. എന്തിനാണെന്ന് അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് അർച്ചന മേഡം ഇവിടെ ഇതുപോലെ വന്നു പോകാറുണ്ട്. വന്നാൽ കുറേ നേരം കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നത് കുഞ്ഞിനെ മാറ്റിയതിൽ അർച്ചന മേഡത്തിന് എന്തോ സംശയമുണ്ടെന്നാ. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മേഡം ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ചില നേരത്തെ സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നിയതാണെന്നും ശിവരാമൻ പറയുമ്പോൾ അവനിക പറയുന്നു, താൻ ഊഹിച്ച് ഓരോന്ന് അങ്ങോട്ട് പറയാൻ നിൽക്കേണ്ടെന്ന്. അയ്യോ ഇല്ല, പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട് അവരിവിടെ വരുന്നതിൽ. അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഞാൻ മേഡത്തിൻ്റെ പേര് പറയും, എന്നിട്ട് അവിടെയുള്ള എൻ്റെ സ്വന്തം കുഞ്ഞിനെ ഞാൻ ഇങ്ങ് എടുത്തുകൊണ്ട് പോരുകയും ചെയ്യും എന്ന് ശിവരാമൻ പറയുമ്പോൾ അവനിക പറയുന്നു, താൻ പേടിക്കാതിരിക്കുക, അങ്ങനെയൊന്നും വരത്തില്ല. ഈ സമയം ഇന്ദു ശിവരാമനെ വിളിച്ചു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളിലും ശിവേട്ടൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. അവന്തികയുടെ ഫോൺ കട്ടാക്കാത്തതിനാൽ അവന്തികയും അർച്ചന പറയുന്നത് കേൾക്കുന്നുണ്ട്. എത്ര കാത്തിരുന്നിട്ട് ഈശ്വരൻ തന്നതാ മോളെ. അപ്പോൾ മോളോട് സ്നേഹം കാണിച്ചില്ലെങ്കിൽ അത് ഈശ്വരൻ നിന്നെയാകും. എനിക്കെന്തോ ഇവിടുത്തെ കുഞ്ഞിനോട് വല്ലാത്തൊരു സ്നേഹവും അടുപ്പവും ഒക്കെ തോന്നുകയാണ്. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് അർച്ചന. അങ്ങനെ ഇപ്പോൾ അവരവിടെ നിന്ന് പോകുന്നു. അവന്തിക ഫോൺ വെച്ചു. അർച്ചന പറഞ്ഞ ആ കുഞ്ഞിനോടുള്ള സ്നേഹം നിസ്സാരമായി കാണേണ്ടതല്ല. അടിക്കടി അർച്ചന അവിടേക്ക് പോകുന്നതും ശിവന്റെ പേടിയും എന്നെ അത് വല്ലാത്ത ടെൻഷനാക്കും. പ്രസവത്തിന് മുമ്പേ തന്നെ ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ നോക്കിയതാ, പക്ഷേ അന്നത് നടന്നില്ല. ഇനി അധിക നാൾ അതിനെ ജീവനോടെ വിടുന്നത് അത്ര ബുദ്ധിയല്ല. സ്വന്തം കുഞ്ഞിനോടുള്ള വൈകാരികമായ അടുപ്പം ശിവന്റെ മനസ്സിലുണ്ട്. നാളെ ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടെയുള്ള കുഞ്ഞ് അവൻ്റേതാണെന്ന് പറഞ്ഞാൽ അതോടെ എല്ലാം തീരും. അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ, ശിവരാമന്റെ കുടുംബം തീരണം, ഒപ്പം ഇവിടെയുള്ള ശിവന്റെ കുഞ്ഞിനെയും ഇല്ലാണ്ടാക്കണം. അങ്ങനെ എനിക്കൊരു കുഞ്ഞ് പിറക്കുന്നതിന് മുമ്പ് നെല്ലിശ്ശേരിയിൽ മറ്റൊരു കുഞ്ഞും വരണ്ട. ഒരു സെറ്റിൽമെന്റിന്റെ സമയമായിരിക്കുന്നു. 3-4 ജീവൻ എടുക്കുന്ന ഒരു ഫൈനൽ സെറ്റിൽമെന്റ്. ശേഷം അർച്ചനയും സച്ചിയും വീട്ടിലേക്ക് മടങ്ങുമായിരുന്നു. കാറിലിരുന്ന് അവർ വല്ലാതെ സന്തോഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഞാനും സച്ചിയേട്ടൻ അവിടെ പോയില്ലായിരുന്നെങ്കിൽ അവിടുത്തെ കുഞ്ഞിൻ്റെ പേരിടിയിലും നൂലുകെട്ടും ഒന്നും നടക്കില്ലായിരുന്നു. അപ്പോൾ അവിടെ പോകണമെന്ന് ദൈവമായിട്ട് തന്നെ തോന്നിപ്പിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ കൊണ്ടാവുന്ന പോലെയൊക്കെ ശിവേട്ടനെ നോക്കണമെന്നൊക്കെ ഇങ്ങനെ അർച്ചന പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം വീട്ടിൽ സ്വന്തം അനുജത്തിയെ പോലെയൊന്നും അല്ലല്ലോ അവർ. എനിക്ക് മോളെ എടുക്കാൻ കൊതി തോന്നുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. എന്തായാലും നമുക്ക് ഒരു കുഞ്ഞ് വരില്ലേ? 2-3 വർഷത്തിന് ശേഷം നമുക്കൊരു കുഞ്ഞാവുന്ന കാര്യം താൻ മറന്നുപോയോ? അതോടെ തൻ്റെ വിഷമങ്ങളൊക്കെ മാറുമെന്ന് പറയുന്നു. മോളുടെ നൂലുകെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ചെന്നൈയിലേക്ക് പോകണം. അവിടെ എത്ര വേണമെങ്കിലും താമസിക്കാമെന്ന് അർച്ചന പറയുന്നു. എത്ര നാൾ അവിടെ താമസിച്ചാലും അവിടുന്ന് തിരികെ വരുമ്പോൾ തൻ്റെ വയറ്റിൽ എൻ്റെ കുഞ്ഞുണ്ടാകുമെന്ന് സച്ചി. ഇനി പ്രസവിച്ചിട്ടാണ് ഇവിടേക്ക് വരുന്നതെങ്കിൽ അവിടെ തന്നോടൊപ്പം നിൽക്കാനും
തൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്തിനും ഞാൻ ഒരുക്കമാണെന്നും സച്ചി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തിക സന്ധ്യയെ ഫോൺ ചെയ്തു. ഹലോ സന്ധ്യ, നീ എവിടെയാണെന്ന് ചോദിക്കുന്നു. ഞാൻ എവിടെയെങ്കിലും ആവട്ടെ, നീ വിളിച്ച കാര്യം പറയുന്നു സന്ധ്യ. സന്ധ്യ, ഇവിടെ വന്ന് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്ത പറഞ്ഞു എന്നറിഞ്ഞല്ലോ. അർച്ചന ചെന്നൈയിൽ ഏതോ ഒരു ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചാൽ അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന്. അവൾക്ക് ഒരിക്കലും പിള്ളേരുണ്ടാകില്ല എന്ന് നമുക്ക് 2 പേർക്കും അറിയാം. പിന്നെ എന്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ട് പോയത്? വെറുതെ ഇവിടെയുള്ളവരെ സമാധാനിപ്പിക്കാനാണെന്ന് എനിക്കറിയാം. എന്തിനാ സന്ധ്യ ഈ പാവങ്ങളെ പറ്റിക്കുന്നത് എന്നൊക്കെ അവന്തിക പറയുമ്പോൾ സന്ധ്യ പറയുന്നു, ഞാൻ അങ്ങനെ അവരെ പറ്റിച്ചതാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നീ കരുതുന്നത് പോലെ ഒരു കുഴപ്പവും അർച്ചനയ്ക്കില്ല. ചെന്നൈയിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഉറപ്പായും അർച്ചന പ്രസവിക്കും. അവരവിടെ പോയിട്ട് വരുമ്പോൾ അർച്ചനയുടെ കയ്യിൽ ഒരു കുഞ്ഞുമുണ്ടാകും. അത് അർച്ചന പ്രസവിച്ചതായിരിക്കും. അതിനെ നിനക്ക് പ്രത്യേകിച്ച് സംശയത്തിൻ്റെ ആവശ്യമില്ല എന്നും ഇതിനാണോ നീ എന്നെ വിളിച്ചത് എന്നും സന്ധ്യ ചോദിക്കുമ്പോൾ തന്നെ അവന്തിക ഞെട്ടി. ഞാൻ അങ്ങനെയൊരു സന്തോഷ വാർത്ത അറിഞ്ഞിട്ട് വിളിച്ച് ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് അവന്തിക പറയുമ്പോൾ സന്ധ്യ പറയുന്നു, സന്തോഷ വാർത്തയോ? നീ എന്തായാലും അഭിനേത്രിയാണെന്ന് എനിക്കറിയാം, പക്ഷെ അത് എന്നോട് വേണ്ട. ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് വിശ്വാസമാകില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ വെക്കുകയാണ്, ബൈ എന്ന് പറഞ്ഞ അവന്തിക ഫോൺ വെച്ചിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് കിച്ചണിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അർച്ചന. അവിടേക്ക് സച്ചി വന്നിരിക്കുന്നു. താൻ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് രാത്രിയിൽ ആരും കാണാതെ ധനുഷ് അവിടേക്ക് വരുന്നു. സച്ചി ഗാർഡനിൽ നിന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. സച്ചിയുടെ കണ്ണ് വെട്ടിച്ച് പതുങ്ങി അവിടേക്ക് വന്നിരിക്കുകയാണ് ധനുഷ്. എന്നാലും അവിടെ ആരോ വന്നതുപോലെ സച്ചിക്ക് തോന്നുന്നു. അങ്ങനെ അവിടേക്ക് നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. സച്ചിയുടെ അരികിലേക്ക് അർച്ചന വരുന്നു. സച്ചിയേട്ടാ വരുന്നില്ലേ എന്ന് പറഞ്ഞ് സച്ചിയെ വിളിച്ചകത്തേക്ക് പോവുകയാണ് അർച്ചന. അവർ പോയി എന്ന് മനസ്സിലാക്കിയ ശേഷം ധനുഷ് എങ്ങനെയെങ്കിലും അകത്ത് കടക്കാനുള്ള പ്ലാനാണ്. അവന്തികയും ധനുഷും മാറി നിന്ന് സംസാരിക്കുന്നു. നീ എന്താ അത്യാവശ്യമായി എന്നെ കാണുമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. പറയാം എന്ന് പറഞ്ഞ് അർച്ചനയുടെ കാര്യം പറയുകയാണ്. ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം, ചെന്നൈയിലേക്ക് പോകുന്ന കാര്യം, ഇതെല്ലാം ധനുഷിനോട് അവന്തിക പറയുന്നു. മറ്റന്നാൾ സച്ചിയും അർച്ചനയും ചെന്നൈയിലേക്ക് പോകും. ആ യാത്ര എങ്ങനെയും തടഞ്ഞേ മതിയാകൂ. ട്രീറ്റ്മെൻറ്റ് നടത്തി അവൾക്ക് കൊച്ചുങ്ങളുണ്ടായാൽ നമ്മുടെ സകല പദ്ധതിയും പൊളിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ആ യാത്ര തടയണം. നാളെ കൊച്ചിൻ്റെ ചടങ്ങ് കഴിഞ്ഞ് മറ്റന്നാൾ അവർ പോകും. അതിനു മുന്നേ തന്നെ ഒരു വഴി കണ്ടെത്തണം. ആ വഴി അർച്ചനയുടെയും സച്ചിയുടെയും യാത്ര തടയാനും പിന്നെ അതൊരു ദുരന്തമായി മാറുകയും ചെയ്യണം. ആ ദുരന്തത്തിലൂടെ അവരുടെ യാത്രയും ക്യാൻസൽ ആകുമെന്നും അവന്തിക പറയുന്നുണ്ട്. നമുക്ക് ആ കുഞ്ഞിനെ അങ്ങ് തീർക്കാം. കുഞ്ഞ് മരിച്ചാൽ പിന്നെ അവർ പോകില്ലല്ലോ. നമ്മുടെ കുഞ്ഞ് മരിച്ചതിന് പകരം അവരുടെ കുഞ്ഞിനെ നമ്മൾ ഇല്ലാണ്ടാക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ നൂലുകെട്ടൽ ചടങ്ങിൻ്റെ ആ സമയത്ത് തന്നെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാം എന്ന് ധനുഷ് പറയുന്നുണ്ട്. അത് അവർക്ക് കൊടുക്കുന്ന ഒരു ചെറിയ തിരിച്ചടി. എന്താ അത് പോരെ എന്ന് ധനുഷ്. അനഘ പുറത്തേക്ക് വരുന്നു. അവിടെ വന്ന് ഉറക്കെ എല്ലാവരെയും വിളിക്കുകയാണ് അനഘ. ആ സമയം ധനുഷ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവനഘ പെട്ടെന്ന് അകത്തേക്ക് വരികയും ചെയ്യുന്നു. ദേ അവിടെ ഒരു പാമ്പ് എന്ന അനഘ. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കണ്ടതാണെന്നും അനഘ പറയുന്നു. ദേ അത് അങ്ങോട്ട് എവിടേക്കോ എഴഞ്ഞുപോയി. വലിയ പാമ്പൊന്നും അല്ല, ഒരു ചെറുതാണ് എന്ന അവന്തിക. ഈ സമയത്ത് അത് മാളത്തിനെത്തി കാണും. ഇനിയിപ്പോൾ പോയിട്ട് കാര്യമില്ല എന്നും അർച്ചന പറയുന്നു. എല്ലാവരും അകത്തേക്ക് പോകുന്നുണ്ട്. അനഘ കണ്ടത് ധനുഷിനെ തന്നെയാണ്. പക്ഷേ പെട്ടെന്ന് എല്ലാവരും വന്നപ്പോൾ മാറ്റി പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോൾ എല്ലാവരും അകത്തേക്ക് പോയി വാതിലടച്ചു. മുറിയിൽ എത്തിയ ശേഷം അനഘയെ ഉപദ്രവിക്കുകയാണ് അവന്തിക. അനഘയുടെ തല ആ ഭിത്തിയിൽ നന്നായിട്ട് ഇടിക്കുകയാണ് കുറേ തവണ. അത് കാരണം അനഘയുടെ തല മുറിയുകയും പിന്നെ ബ്ലഡ് വരികയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞതാ ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോണമെന്ന്. എൻ്റെ പിറകെ മണം പിടിച്ച് നടക്കണ്ട. പല പ്രാവശ്യം ഞാൻ നിന്നെ വിലക്കിയതാണ്. എൻ്റെ വഴിയിൽ തടസ്സമായി നിൽക്കരുതെന്ന്. അതിന് മാത്രം നീ വളർന്നിട്ടില്ല. അതുകൊണ്ട് അവസാനമായി ഞാൻ പറയാ, ഇവിടെ നിർത്തിക്കോണം എൻ്റെ പുറകെയുള്ള നിന്റെ അന്വേഷണം. പിന്നെ ഞാനും അവനും സംസാരിച്ചിട്ട് നീ കേട്ടെങ്കിൽ അത് മറ്റാരുടെങ്കിലും ചെവിയിലെത്തിയാൽ തീർത്തും. അനഘ പറയുന്നു, എന്നെ കൊന്നാലും ശരി, ഇനി ഞാനിത് മൂടി വെക്കില്ല. ചേച്ചിയും ധനുഷും പറയുന്നതൊക്കെ ഞാൻ കേട്ടു. നാളെ കുഞ്ഞിനെ കൊല്ലാനുള്ള ചേച്ചിയുടെ ഒരു പദ്ധതിയും നടത്താൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയുന്നു. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളും ധനുഷുമായിട്ടുള്ള ബന്ധമെല്ലാം ഞാൻ എല്ലാവരോടും പറയുമെന്നും പറയുന്നുണ്ട്. ധനുഷ് ഇവിടേക്ക് വന്നതും നിങ്ങൾ തമ്മിലുള്ള ബന്ധവും അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ വീടിൻ്റെ പുറത്താണ്. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ആ കുഞ്ഞിനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അനഘ. എങ്കിൽ പിന്നെ നീ ഇനി ജീവനോടെ ഇരിക്കേണ്ട എന്ന് പറഞ്ഞ് പിന്നെയും അനഘയെ ഉപദ്രവിക്കുകയാണ് അവന്തിക. പിന്നെയും ആ നെറ്റി ഇങ്ങനെ ആ ഭിത്തിയിൽ കുറേ തവണ ഇടിക്കുകയും ബ്ലഡ് ഇങ്ങനെ വരികയും ചെയ്യുന്നു. ഒടുവിൽ അനഘ അവിടെ ബോധം കെട്ട് വീണു. അർച്ചന അവിടേക്ക് വരികയും ആ കാഴ്ച കാണുകയും ചെയ്യുന്നു. നീ എന്തിനാ മോളെ അവരോട് ആവശ്യമില്ലാത്തത് പറയാൻ പോകുന്നത്? അറിയാലോ ആ സ്ത്രീയെ, അവര് നല്ല സ്ത്രീയല്ല. ആവശ്യമില്ലാത്തതല്ല ഏട്ടത്തി, സത്യമാണ് ഞാൻ പറഞ്ഞത്. ആരുടെ മുന്നിലും ഞാനത് പറയും. അവരും ധനുഷും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നോ എന്ന് അർച്ചന ചോദിക്കുന്നു. ഉണ്ടായിരുന്നു എന്നല്ല, ഇപ്പോഴും ഉണ്ട്. ഇത് കേട്ട് അർച്ചന ഞെട്ടി. നേരത്തെ ഞാൻ പാമ്പിനെ കണ്ടിട്ടല്ല നിലവിളിച്ചത്. അവർ രണ്ടുപേരും അടുക്കള ഭാഗത്ത് നിൽക്കുന്നത് കണ്ടിട്ടാണെന്നും അനഘ പറയുന്നു.
ഇതൊക്കെ ഏട്ടത്തിയോടും ഇവിടെ ഉള്ളവരോടും പറയണമെന്ന് ഞാൻ പല പ്രാവശ്യം വിചാരിച്ചതാണ്. അതിന് അവസാനം ഈ ചേച്ചി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. അതോർത്ത് ഞാൻ മിണ്ടാതിരുന്നതാണ്. എന്തൊക്കെയാലും എൻ്റെ കൂടപ്പിറപ്പല്ല ഏട്ടത്തി. ഏട്ടത്തിയെങ്കിലും സത്യം അറിഞ്ഞിരിക്കണം. എനിക്ക് ഉറപ്പാണ് ചേച്ചി ചിലപ്പോൾ എന്നെ കൊന്നിരിക്കും. അങ്ങനെ വന്നാൽ ഏട്ടത്തിക്ക് സത്യം എല്ലാവരെയും അറിയിക്കാം. ആ ചടങ്ങിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിനെ കൊല്ലണമെന്നാണ് അവർ സംസാരിച്ചത് എന്നും അനഘ അർച്ചനയോട് പറയുന്നു. അത് കേട്ട് അർച്ചന ഞെട്ടി നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.